കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മൾ ഓർക്കുന്നവരെ മുന്നിൽ കണ്ടാൽ അവർക്ക് 100 ആയുസാണെന്ന് പറയും. അത് അവരുമായിട്ടുള്ള ബന്ധത്തിനല്ല. നിനക്ക് 100 ആയുസാണെങ്കിൽ നീയുമായിട്ടുള്ള എൻ്റെ പ്രണയത്തിനും 100 വയസ്സ് തന്നെയാണെന്നല്ലേ പറയാ. ദേവേട്ടനായിട്ട് തർക്കിക്കാനൊന്നും എനിക്ക് വയ്യ. ഈ ജ്യൂസ് കുടിക്ക് ദേവേട്ട. അത് ഞാൻ കുടിച്ചോളാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു. ആ ഒരു വാക്ക് നീ എന്താ പറയാത്തെ? നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറ. അവകാശമുള്ള ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അവിവേകവും അത്യാപത്വമാണ്. വലിയ തെറ്റും. എന്റെ സ്നേഹത്തിന് അർഹതയുള്ള വ്യക്തിയോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു അവകാശം ഞാൻ അവളെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. മതി. ഈ പൂജ പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് പറയിക്കുന്നുള്ള വാശിയിലല്ലേ ദേവേട്ടൻ? പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നേ? അത്രയ്ക്ക് വിശ്വാസമുള്ള ആളാണെങ്കിൽ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചൂടെ? കുടിക്കില്ല. അത് നിനക്കറിയാലോ. ഇതെന്റെ ഒരു പിടിവാശിയാണെന്ന് തന്നെ കരുതിക്കോ വൈദേഹി. ഈ വ്രതം ഇടയ്ക്ക് വെച്ച് അവസാനിക്കണമെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ എന്റെ ഈ സീതാദേവിയിലൂടെ പ്രസാദിക്കണം. ശ്രീരാമ. പാവം ജയൻ അവിടെ എനിക്ക് സിനിമാ ചാൻസ് കിട്ടാൻ വേണ്ടി ഓടി നടക്ക. എന്നിട്ട് ഞാനിവിടെ ഭാര്യ പദവിയും കളിച്ച് പൂജയും വ്രതമായിട്ടിരിക്കുക. പോരാത്തതിന് മുടിഞ്ഞ വിശപ്പും. ഇതിനിടയ്ക്ക് താഴെ ചെന്നിട്ട് പൂജയും അറ്റൻഡ് ചെയ്യണം. കുറച്ചു നേരം മുറി പോയി കിടക്കാന്ന് വെച്ചാ അയാൾ അവിടെ കിടക്ക. അതിനേക്കാളും താഴെ പോയി ഭജനയ്ക്കിരിക്കുന്നതാ നല്ലത്. ദേവേട്ടൻ ഈ ജ്യൂസ് ഒന്ന് കുടിച്ചേ. കുടിക്കില്ല. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. തർക്കിക്കാൻ ഞാൻ കൂടുന്നില്ലെന്ന് പറഞ്ഞില്ലേ ദേവേട്ട? ദേവേട്ടന് കുടിക്കണമെന്ന് തോന്നിയ കുടിക്ക്. ഞാനിവിടെ വെച്ചോളാം. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. ഞാനിപ്പോ താഴോട്ട് ഇറങ്ങി ചെന്നാ ദേവമോൻ എന്തെടുക്കുവാ? ഉറങ്ങുവാണോ? ഗുളിക കൊടുത്തോ? ജ്യൂസ് കുടിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചാ എല്ലാരും കൂടെ എന്റെ തല തെന്നുവല്ലോ. അതും കൂടെ ചോദിച്ചിട്ട് അങ്ങ് പോയ കാര്യം കഴിഞ്ഞല്ലോ. കയ്യിന്ന് വിട്.
അയ്യോ, എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ? കയ്യിന്ന് വിട്. വിട് ദേവേട്ടാ. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. വിട് ദേവേട്ടാ, കയ്യിന്ന് വിട്. ഞാനിപ്പോ പറയുന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നിന്റെ ഈ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം നീ എന്നോട് തുറന്ന് പറഞ്ഞേ മതിയാകൂ. പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നീ എന്നെ കാണില്ല വൈദേഹി. എന്താ? ഒന്നുമില്ല. ദേവേട്ടൻ എങ്ങനെയോടൊന്ന് നോക്കിയിട്ട് പോകാന്ന് കരുതി വന്ന. കുഴപ്പമൊന്നുമില്ല. ടാബ്ലറ്റ് കഴിച്ചോ ദേവേട്ടാ? കഴിച്ചായിരുന്നു. ജ്യൂസ് കുടിച്ചോ ദേവേട്ടാ? വേണ്ട, വേണമെങ്കിൽ അത് നീ എടുത്ത് കുടിച്ചോ. എനിക്ക് വേണ്ട, ഉപവാസല്ലേ, ഒന്നും കുടിക്കാൻ പോലും പാടില്ലല്ലോ. ഭജനയ്ക്ക് കൂടെ വരുന്നോ? നീ വയ്ക്കാം. ശരി. ഭഗവാനേ ഗുരുവായൂരമ്പലത്തിൽ ഭജനയുടെ ഇടയ്ക്ക് നീ എവിടെ പോയതാ മോളെ? ഒരു ഫോൺ വന്നമ്മേ, അതാ അങ്ങോട്ട് പോയേ. അത്രേ ഉള്ളോ? അതോ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആരും കാണാതെ ആ അടുക്കളയിൽ കയറി വല്ലതും എടുത്ത് വിഴുങ്ങാൻ പോയതാണോ ശ്രേ? മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് ലോകമല്ല മഞ്ഞച്ച് കാണുമെന്ന് പറയാറുണ്ട്. നീ അവിടെ ഇരിക്കും മോളെ. എന്നാൽ ഈ സമയത്ത് ആരാ മോളെ ഫോണില്? പൂജാ സമയത്ത് മറ്റൊരു കാര്യങ്ങളും നോക്കരുതെന്ന്. അകലെ നിന്നണയുമീ അഗതിതൻ കഥ കേട്ട് ഒരു പിടി അവിലു നീ കരുതി വയ്ക്കും.
ഞാൻ കുടിച്ചോളാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു. ആ ഒരു വാക്ക് നീ എന്താ പറയാത്തെ? നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറ. ഇതെന്റെ ഒരു പിടിവാശിയാണെന്ന് തന്നെ കരുതിക്ക് വൈദേഹി. ഈ വ്രതം ഇടയ്ക്ക് വെച്ച് അവസാനിക്കണമെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ എന്റെ ഈ സീതാദേവിയോട് പ്രസാദിക്കണം. ഞാനിപ്പോൾ പറയുന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നിന്റെ ഈ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം നീ എന്നോട് തുറന്ന് പറഞ്ഞേ മതിയാകൂ. പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നീ എന്നെ കാണില്ല വൈദേഹി. കേട്ട് ഒരു പിടിയവിലു നീ കരുതി വയ്ക്കൂ. അകലെ നിന്നണയുമീ അഗതിതൻ കഥ കേട്ട് വീണ്ടും ആരാ മോളെ? എന്റെ അച്ചമ്മയാ. പറ അച്ചമ്മ. എന്തൊക്കെയുണ്ടടി, പൂജയിലാണോ? ഞാൻ കഠിനോപവാസം എടുത്തിരിക്കുക അച്ചമ്മ. ഒരു കുമ്പിൾ തീർത്ഥവും ആ ഫോൺ നിങ്ങൾ തന്നേ മോളെ. ഒരു നുള്ളു കളഭ. ഹലോ, എന്തൊക്കെയുണ്ട്? മന്ത്രി എന്താ പൂജയ്ക്ക് വരാഞ്ഞേ? എന്റെ മോളുടെ ആദ്യത്തെ പൂജയല്ലേ, വന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സുലേഖയും വ്രതം എടുത്തിരിക്കുകയല്ലേ. ശ്രേയമോള് കഠിനോപവാസം എടുത്തിരിക്കുകയാണെന്ന് കേട്ടു. അതൊക്കെ ശരിയാ, പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധയോടെ പൂജ ചെയ്താൽ നന്നായിരിക്കും. വൈദേഹിക്ക് പറഞ്ഞു കൊടുത്തൊന്നും ശ്രേയയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലേ? അല്ല, ശ്രേയ ഏതു നേരവും പഠിത്തമായിരുന്നില്ലേ, അതുകൊണ്ട് വീട്ടുകാര്യങ്ങളൊന്നും നോക്കിയില്ല. ഒന്ന് ശ്രേയയ്ക്ക് ഫോൺ കൊടുക്കുക. ദേ ഇപ്പൊ കൊടുക്കാം. നാ. ഹലോ അച്ചമ്മേ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അവിടെ നിന്ന് എണീറ്റേ. ഞാനിപ്പോ വരെ എന്തോമേ. പറയച്ചമ്മേ. എന്തെന്നാടി പറയണ്ടേ? എല്ലാരും അവളെ അങ്ങ് ആകാശമുട്ട പൊക്കി വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി എല്ലാം അങ്ങ് ചെയ്യുമല്ലേ. എനിക്കാണെങ്കിൽ അതൊന്നും അറിയേയില്ല. അറിയാൻ വയ്യാത്തത് ചെയ്ത് പിടിക്കപ്പെടുന്നതിന് നല്ലതല്ലേ മാറി നിൽക്കുന്നത്. ഇതൊന്നും ശരിയാവില്ല. ഇനി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക വഴിയുള്ളൂ. എന്നാ അച്ചമ്മയുടെ മനസ്സിൽ എന്താന്നൊന്ന് പറ. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യാനും പറ്റില്ല. അവിടെ സിനിമയിലല്ലടി, ഇവിടെ ആടി നിന്റെ അഭിനയ മികവ് കാണിക്കേണ്ടത്. ശരി, എന്നാ എല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞ. ഞാനെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നീ അതങ്ങ് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ കാര്യങ്ങൾ കഴിയുന്നതും ഞാൻ നിനക്കൊരു മിസ് കോള് തരാം. അപ്പൊ തകർത്ത് അഭിനയിച്ചോണം, കേട്ടല്ലോ? ആയിക്കോട്ടെ അച്ചമ്മ. ഇനി എല്ലാവരും ചെന്ന് പ്രസാദം കഴിച്ചോളൂ. എന്നിട്ട് പിന്നെയും ഭജന തുടങ്ങാം. മോളെ ശ്രേയെ, നീ ചെന്ന് ദേവനെ വിളിച്ചിട്ട് വാ. കുറച്ചു നേരെങ്കിലും അവൻ ഭജനയ്ക്കിരിക്കട്ടെ. എല്ലാവരും പ്രസാദം കഴിക്കും. ഞാൻ ചെന്ന് ഇവരുടെ മോനെ പൊക്കിക്കൊണ്ടുവരണം. കഷ്ടമുണ്ട്. ആ ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. ഇവിടെ ഒന്നും ഇല്ലല്ലോ ആള്. എവിടെ പോയതായിരിക്കും? ദേവേട്ടാ. ഇനി അച്ചമ്മ പറഞ്ഞ പോലെ ആ ഗുണ്ടകളെങ്ങാനും ദേവേട്ടനെ കൊണ്ടുപോയതായിരിക്കോ? അച്ചമ്മേ,
ആള് കൊള്ളാലോ. മുറിക്കകത്തിരുന്ന ആളെ ഒരു പൂച്ച പോലും അറിയാതാണല്ലോ അച്ചമ്മ പൊക്കിയത്. അച്ചമ്മ വല്ല ഗുണ്ടയാകേണ്ടതായിരുന്നു. ഇനിയാണ് ഞാൻ എന്റെ പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നത്. ദേവേട്ടാ, അമ്മേ, അമ്മേ, ദേവേട്ടനെ കാണുന്നില്ല. ഏ കാണുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ? നീ എല്ലായിടത്തും നോക്കിയായിരുന്നോ? ഞാൻ നോക്കിയതാ അമ്മേ, ദേവേട്ടൻ എങ്ങുമില്ല. പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നീ എന്നെ കാണില്ല വൈദേഹി. എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവന് ശക്തിയില്ല. പിന്നെ അവൻ എങ്ങോട്ടാ എഴുന്നേറ്റ് പോയേ? നമ്മളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മളെ കിടന്നല്ലേ പോവണ്ടേ? ഒന്ന് വീട് മുഴുവൻ നോക്കിയേ. ദേവേട്ടാ, ദേവാ മോനെ, ദേവാ, ദേവേട്ടാ, ദേവാ, എവിടെ പോയതാ? ദേവേട്ടാ, ദേവാ, ദേവാ, ദേവേട്ടാ, ദേവാ, ദേവേട്ടാ, ദേവാ, ദേവേട്ടാ, ദേവാ, ദേവാ, ദേവേട്ടാ, മോനെ ദേവാ, ദേവാ. ദേവേട്ടാ. ഇവന് എവിടെ പോയതാ? ദേവാ. എന്തോ അമ്മേ, ആ ദേവേട്ടനെ കണ്ടോ? ഇല്ല മോളെ, എവിടെ പോയെന്ന് ആർക്കറിയാം. നീ ഒന്ന് അങ്ങോട്ട് പോയി നോക്കി. ദേവാ, 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 ദേവാ. അവനെ കണ്ടോ മോളെ? ഇല്ലമ്മേ. എന്റെ ഭഗവാനെ, കൗസല്യേ, അവൻ അവിടെങ്ങാനും ഉണ്ടോ? ഇല്ലമ്മ, ഇവിടെ ഒന്നുമില്ല. വീട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി. അയ്യോ, പിന്നിത് അവൻ എവിടെ പോയതാവും? ദേവാ, ദേവൻ മോനെ, മോനെ.
ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. ദേവേട്ടാ, എന്റെ രാമ, ദേവേട്ടാ, ദേവേട്ടാ, ഇതെവിടെ പോയിരിക്കാ ദേവേട്ടാ? കണ്ടോ മോളെ അവനെ? ഇല്ലമ്മേ, നീ എങ്ങനെ കണ്ടായിരുന്നോ? ഇല്ലമ്മേ. മോളിലെങ്ങും ദേവേട്ടനെ കാണാനില്ല. വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടോ എന്ന് നോക്കാന്ന് വെച്ചാൽ വൈദേഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ദേവൻ എവിടെയാ മിസ്സിംഗ്? അല്ലെങ്കിൽ തന്നെ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. എവിടെ പോയി കാണൂ ഈശ്വര. കാലത്ത് ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞതിന് പറയാതെങ്ങാനും പോയതായിരിക്കോ? ഈ സമയത്തും ആരാ ഓഫീസിൽ പോകുന്നത്? ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ സമയം നോക്കാറില്ല, ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിക്കാറില്ല. എന്ന് വെച്ചാ ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ആരുടെയും കണ്ണിപ്പെടാതെ ദേവൻ പുറത്തേക്ക് പോയെന്നാണോ? പുറകിലത്തെ പടി കൂടെ ഇറങ്ങിപ്പോയി കാണും. വാശിയല്ലേ അവന്, വിചാരിച്ചത് നടത്തിയിട്ടേ അടങ്ങും. ഉപവാസം വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നെ വീട്ടിലിരിക്കാൻ പറഞ്ഞ അതും കേൾക്കില്ല എന്ന് വെച്ചാ ഇനി ഓഫീസിലെത്തിയോന്ന് എങ്ങനെ അറിയാ? അജയ, ഒന്ന് വിളിച്ചു നോക്കിയടാ. The number you are trying to call is currently not reachable. ദേവൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ? എന്നോടുള്ള ദേഷ്യത്തിന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കോ? ശ്രീരാമ, എനിക്ക് വേണ്ടി ദേവേട്ടനെ നീ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ദേവേട്ടൻ ഒരു അബദ്ധം കൂടാതെ കാത്തോളേ രാമ.